നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെയ് 31-നാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ. ഇനിയും ദിവസങ്ങളുണ്ട്, മത്സരങ്ങൾ ഇനിയും. രണ്ട് ടീമുകൾക്കും രണ്ട് ഫൈനലിസ്റ്റുകൾക്കും ബാക്കിയുണ്ട്. അവരവരുടെ ലീഗുകളിലും മറ്റുമൊക്കെ ആയിട്ട്. താരങ്ങൾക്ക് പരിക്ക് പറ്റാം, ഫോം ഔട്ട് ആവാം, എന്തും സംഭവിക്കാം. എങ്കിലും ഇപ്പോൾ ആരാണ് ഫേവറിറ്റുകൾ? ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന് സാധ്യത കൂടുതൽ ആർക്കാണ്? UCL പവർ റാങ്കിങ് നമ്മൾ ആദ്യ റൗണ്ട് മുതൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അവസാനത്തെ ഫൈനലിന് തൊട്ട് മുമ്പ് രണ്ട് ടീമുകൾ വെച്ചൊരു പവർ റാങ്കിങ് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കിരീട സാധ്യത ആർക്ക് കാണും? ഒരു പ്രഡിക്ഷൻ പോലെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പവർ റാങ്കിങ് രണ്ടാം സ്ഥാനത്താര്? രണ്ട് പറഞ്ഞാൽ പിന്നെ ഒന്നാര് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇൻ്റർ മിലാനാണ് രണ്ടാമത്തെ സാധ്യത ഞാൻ കാണുന്നത്. 2023 യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് തോറ്റ് കിരീടം കൈവിട്ടു പോയതാണ് അവർക്ക്. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ്. പക്ഷേ PSG ഒരു ഫോം ഉണ്ടല്ലോ, തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പതിവില്ലാതെ PSG ഇപ്പോൾ എല്ലാവരും UCL ഫേവറിറ്റുകളായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ നറുക്കെടുപ്പ് കഴിയുമ്പോൾ PSG എതിരാളികളായിട്ട് വന്നത് വമ്പന്മാരായിരുന്നു. വല്ലാത്തൊരു ഡ്രോയാണ് അവർക്ക് കിട്ടിയത്. ശരിക്കും അവർ ബുദ്ധിമുട്ടുകയും ചെയ്തു മുന്നോട്ട് കടക്കാൻ. പക്ഷേ മുന്നോട്ട് കടന്നപ്പോഴോ ഓരോ ഘട്ടത്തിലും വമ്പന്മാരെന്ന് പലരും വിലയിരുത്തിയവരെ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടാണ് അവർ ഫൈനലിലേക്ക് കടന്നു വന്നത്. അതേസമയം ഇൻ്റർ മിലാനും മോശമാക്കിയിട്ടല്ല വന്നിട്ടുള്ളത്. ഇപ്പം ഫേവറിറ്റുകളായിട്ട് ചിലരെങ്കിലും കണ്ടിരുന്ന FC ബാഴ്സലോണയാണല്ലോ അവർ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. നോക്കുക, ഇപ്പം ഇൻ്റർ മിലാൻ്റെ മുന്നേറ്റം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ്. റൗണ്ട് ഓഫ് 16 ഇൻ്റർ മിലാൻ്റെ എതിരാളികളായിട്ട് വന്നിരുന്നത് ഫെയനൂർദാണ്. 2-0 ആദ്യ പാദത്തിലെ വിജയം അവർ സ്വന്തമാക്കി. രണ്ടാം പാദം 2-1 വിജയിച്ചു. 4-1 സമഗ്രാധിപത്യത്തിലുള്ള വിജയവുമായിട്ടാണ് ഇൻ്റർ മിലാൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ അവർ നേരിട്ടതോ ബയേണിനെയാണ്. കട്ട പോരാട്ടം കണ്ടു. അലിയൻസ് അരീനയിൽ പോയിട്ട് 2-1 വിജയിച്ച് കയറിയിടത്താണ് അവരുടെ വിജയം കിടക്കുന്നത്. രണ്ടാം പാദ മത്സരം പക്ഷേ കളി 2-2 സമനിലയായിരുന്നു. അഗ്രിഗേറ്റ് 4-3 വിജയം. സെമിയിൽ അവർ നേരിടേണ്ടി വന്നത് FC ബാഴ്സലോണയെ. ബാഴ്സയുടെ മൈതാനത്ത് പോയി 3-3 സമനില. രണ്ടാം പാദത്തിലോ വല്ലാത്തൊരു പോരാട്ടം. ഒരു ഘട്ടത്തിൽ പുറത്തേക്കെന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിൽ അവർ ഗോളടിച്ച് സമനില പിടിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് എക്സ്ട്രാ ടൈമിൽ വിജയിച്ച് കയറിയപ്പോൾ 4-3 വിജയം, അഗ്രിഗേറ്റ് 7-6 വിജയം. അതാണ്. പക്ഷേ നല്ല പരീക്ഷണങ്ങൾ നേരിട്ടിട്ടാണ് അവർ വന്നത്. എങ്കിലും ഇപ്പോഴത്തെ ഈ ഇൻ്റർ മിലാൻ ടീമുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ PSG ടീമാണ് കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടീം എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് നമ്മൾ നിർത്തുന്നു ഇൻ്റർ മിലാനെ. ഒന്നാം സ്ഥാനത്ത് PSG വരുന്നു. PSG സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഓരോ ഘട്ടത്തിലും അവർ ഇംഗ്ലീഷ് ടീമുകൾക്കാണ് നോക്കൗട്ട് സ്റ്റേജിൽ പണി കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ മുന്നോട്ടേക്ക് കയറി വന്നത് എന്ന കാര്യം നോക്കുക. അവർ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് മുന്നോട്ട് കടന്നു വന്നത്. പ്ലേ ഓഫിൽ അവർക്ക് ബ്രസ്റ്റിനെയാണ് നേരിടേണ്ടി വന്നത്. ആദ്യ പാദം 3-0 വിജയിച്ചു. രണ്ടാം പാദത്തിൽ അവർ ഗോൾ വർഷം നടത്തി. അങ്ങനെ അഗ്രിഗേറ്റ് 10-0 വിജയവുമായിട്ടാണ് PSG അടുത്ത റൗണ്ടിലേക്ക് കടന്നു പോയത്. റൗണ്ട് ഓഫ് 16 അവർ നേരിടാൻ വേണ്ടി വന്ന ടീം ആരാണെന്ന് നോക്കുക. അവർക്ക് ലിവർപൂളായിരുന്നു എതിരാളികൾ. ആദ്യപാദ മത്സരം ലിവർപൂളുമായിട്ട് 1-0 PSG പൊട്ടിയതാണ്. എന്നാൽ രണ്ടാം പാദത്തിൽ PSG അതുപോലെ തന്നെ ആൻഫീൽഡിൽ പോയിട്ട് പടി കൊടുത്തു 1-0 തിരിച്ചു പിടിച്ചു കളി. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-1 അവർ വിജയിച്ച് കയറിയത്. അതിനുശേഷം അടുത്ത റൗണ്ട് നോക്കുക. അടുത്ത റൗണ്ടിൽ വീണ്ടും അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടീമാണ് ക്വാർട്ടർ ഫൈനലിൽ വന്നത്. ഇത്തവണ ആസ്റ്റൺ വില്ല. എമിലിയാനോ മാർട്ടിനസിൻ്റെ വലയിലേക്ക് ആദ്യ പാദത്തിൽ തന്നെ 3 ഗോളുകൾ അവർ അടിച്ചു കയറ്റി. 3-1 വിജയം. രണ്ടാം പാദത്തിൽ ആസ്റ്റൺ വില്ല 3-2 വിജയിച്ചെങ്കിലും അഗ്രിഗേറ്റ് 4-5 വിജയമാണ് PSG സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയത്. സെമിയിൽ അവരുടെ എതിരാളികളോ റയൽ മാഡ്രിഡിനെ തകർത്ത് തരിപ്പിടമാക്കി വന്ന ആഴ്സണലിന് ആദ്യ പാദത്തിൽ 1-0 തോൽപ്പിച്ചു. രണ്ടാം പാദത്തിൽ 2-1 തോൽപ്പിച്ചു. അഗ്രിഗേറ്റ് 3-1 വിജയവുമായിട്ട് അവരിതാ ഫൈനലിലേക്ക് കടന്നു പോകുന്നു. ഫൈനലിൽ അവരുടെ എതിരാളികൾ ഇൻ്റർ മിലാനാവുമ്പോൾ
നമ്മൾ ഏറ്റവും അധികം കിരീട സാധ്യത PSG തന്നെ കൊടുക്കുന്നു. കാരണം ഈ വർഷം മിന്നും ഫോമിലാണ് ഒസ്മാൻ ഡംബലയുള്ളത്. ഡിസയർ ഡോവും അതുപോലെ മറ്റ് താരങ്ങളുമൊക്കെ മിന്നും ഫോമിലാണ്. വിറ്റീഞ്ഞ അഷ്റഫ് ഹക്കീമി ആവട്ടെ, ഡൊണാരുമയാവട്ടെ, കിച്ച കാരസ്കേലി ആവട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനം നടത്തുമ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത നമ്മൾ കൽപ്പിക്കുന്നു. അത് PSG ചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകരും കാത്തിരിപ്പാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.